സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനിക്കൂറിലാണ്. ധനിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ദോഷങ്ങളുള്ളൊരു മാസമാണ്. കാരണം ദൈവാധീനമില്ല, എല്ലാ ഗ്രഹങ്ങളും മറഞ്ഞിരിക്കുകയാണ്. 7ാം ഭാവത്തിൽ 5ാം ഭാവാധിപതി പൂർവോർണി സ്ഥാനാധിപതി നിൽക്കുന്നുണ്ടെങ്കിലും ദുരിത ഭവനാധിപതിയായിട്ടാണ്. അതുപോലെ 4 കണ്ടകശനിയുടെ ദോഷമുണ്ട്. അഷ്ടമത്തിൽ വ്യാഴവും നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധനും ഭാഗ്യാധിപതിയും മറഞ്ഞിരിക്കുകയാണ്. കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നീചാവസ്ഥയാണ്. അതേപോലെ ഭാഗ്യസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ്. ഇതൊക്കെ കാണിക്കുന്ന ഒരു ഗ്രഹവും ഇഷ്ടസ്ഥാനത്തില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം കുറച്ച് അലച്ചിലും കഷ്ടപ്പാടുമൊക്കെ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ല പരിഹാരങ്ങൾ അതിനായിട്ട് ചെയ്യുക, ക്ഷേത്രദർശനം നടത്തുകയൊക്കെ ചെയ്തിട്ട് ദോഷമില്ലാതെ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തേണ്ടതാണ്. എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഹായ സ്ഥാനാധിപത്യം വഹിച്ചു നിൽക്കുന്നതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യാധിപതി നിവർത്തി സ്ഥാനത്ത് 7ാം ഭാവത്തിൽ, അപ്പം നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതിനോടൊപ്പം തന്നെ നിപുണായോഗം ചെയ്തിട്ടാണ് ആദിത്യനും ബുധനും ലഗ്നാൽ 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലാവസ്ഥയുണ്ടാകും. കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ലഗ്നാധിപതി കർമാധിപതിയെ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നതും പ്രവൃത്തി ഉണ്ടാകുകയും ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള വരുമാനം നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്നാൽ 2ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതേപോലെ കണ്ണ്, ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും പൊതുവെ അനുകൂലാവസ്ഥയുണ്ട്. പക്ഷേ അഷ്ടമത്തിലാണ് കേതു, നടുവേദന പോലുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇഷ്ടസ്ഥാനത്താണ് 4ാം ഭാവാധിപതി നിൽക്കുന്നത്. പക്ഷേ ബാധകാധിപതിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുടുംബക്ഷേത്രത്തെ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദോഷപരിഹാരം വരുത്തുന്നത് നന്നായിരിക്കും. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ 7ൽ ബുധൻ നിൽക്കുന്നത് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ്, ദൈവാധീനമുണ്ട്. ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ജോലി കിട്ടാൻ യോഗമുള്ള സമയമാണ്. സൂര്യനോടൊക്കെ യോഗം ചെയ്ത് നിവൃത്തി സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കാരണം സഹായ സ്ഥാനാധിപതി നിൽക്കുന്നത് കൊണ്ട് എല്ലാ ഭാഗ്യങ്ങൾ, മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സഹായങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ അനുഭവിക്കാനായിട്ടുള്ള യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും രാഹുപൂജയും കേതുപൂജയും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അഷ്ടമത്തിലെ കേതു നടുവേദന പോലുള്ള രോഗാവസ്ഥ ഉണ്ടാക്കും. അതുപോലെ തന്നെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു സാമ്പത്തിക ഞെരുക്കം, നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായി തോന്നുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലഗ്നാധിപതി നിൽക്കുന്ന മീനൻ രാശി ജലജലധന ഭക്തം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ കടൽ കടന്ന് പോകാനുള്ളൊരു യോഗത്തോടു കൂടിയാണ്. വിദേശത്തോ വീട് വിട്ട് നിന്നിട്ടോ തൊഴിലെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് ചിലപ്പോൾ കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുക, ദേവീക്ഷേത്രത്തിലും അതേപോലെ ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക. നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.